എല്ലാം പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം. കൂട്ടത്തിൽ അവനെയാണ് സൂക്ഷിക്കേണ്ടത്, ആ മാർക്കോ എന്ന് പറയുന്നവനെ. നമ്മൾ വരുത്തന്മാരാ, പക്ഷേ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ കൊല്ലേണ്ടവന്റെ ചരിത്രം നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഇവന്റെ ചരിത്രം അത്ര നല്ലതല്ല, ഇരട്ടച്ചങ്ങനാ. അതുകൊണ്ട് ആയുസ് കുറയില്ലോ അണ്ണാ. ആയുസ് കുറയും. അതുകൊണ്ടാണല്ലോ ഇന്നത്തോടെ എല്ലാം തീരാൻ പോകുന്നത്. നല്ല ഗുണ്ട എന്ന് പേരെടുത്തവനാ. അങ്ങനെ ഗുണ്ട നല്ലവനാവണ്ട. ഗുണ്ട ഗുണ്ടയായാ മതി. അയ്യപ്പോ സ്വാമി സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സാറിന് നല്ല ക്ഷീണമുണ്ടല്ലോ. സാർ വാങ്ങോട്ടിരിക്കാം. വാ. സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ. സ്വാമിയേ എന്തുപറ്റി? കണ്ണേട്ടൻ എന്തോ ഇതെന്നെ ആലോചിച്ചല്ലേ എടുത്തി കിടന്നത്. അങ്ങനെയുള്ളപ്പോഴേ ദുസ്വപ്നങ്ങൾ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കണ്ണേട്ടനെ ആരും പിടിച്ച് തള്ളുന്നതായിട്ടാ ഞാൻ കണ്ടത്. നിലവിളിയോടെ കൊക്കയിലേക്ക് വീഴുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്കല്ല ഫലിക്കുന്നത്, മറ്റുള്ളവർക്കാ. അങ്ങനെ ആരെങ്കിലും കണ്ടേട്ടിനെ അപായപ്പെടുത്താനായിട്ട് കൂടെ ഉണ്ടെങ്കിലേ അവരായിരിക്കും കൊക്കയിൽ വീഴുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ മഞ്ജുനോട് സിദ്ധയായ ഒരു അമ്മയെ പറ്റി? ആ അമ്മയുടെ വാക്കുകള് ഉള്ളി കിടന്നിങ്ങനെ അലയടിക്കുക. കണ്ണേട്ടിന് കുറച്ചു ദിവസം മോശം സമയം മഞ്ജു. അത്തരം സമയങ്ങൾ മാറാനല്ലേ മല കയറുന്നേ. കണ്ണേട്ടന്റെ മോശ സമയം അന്നത്തെ ആക്സിഡന്റോടെ തീർന്നു. ഏട്ടത്തി ദേ പിന്നീട് ഏട്ടന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ നല്ല കാര്യങ്ങളാ. ഏട്ടത്തി ഏട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതുൾപ്പെടെ. ഒന്ന് കണ്ണേട്ടനെ വിളിച്ചാലോ? ഈ സമയത്തോ? അല്ല, അവര് രാത്രിയിലൊക്കെ നടക്കുന്ന പറഞ്ഞ്. അപ്പൊ ഉറക്കായിരിക്കില്ലല്ലോ. എന്നാ പിന്നെ വിളിക്ക്. കണ്ണേട്ടന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോ ഏട്ടത്തിക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ഞാനേ കണ്ണേട്ടനെ വിളിക്കുന്നില്ല, മാർക്കോയെ വിളിക്കാം. അയ്യപ്പോ സ്വാമിയേ
അതെ, ആ? സാറിന്റെ സഹധർമ്മിണിയാ വിളിക്കുന്നത്. അയാൾക്ക് ഉറക്കമില്ലെന്നോ തോന്നുന്നേ. മാർക്കോ എടുത്ത് വിവരം പറ. ആ ഹലോ. ഹലോ മാർക്കോ, എന്തായി? എന്താവാനാ, ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുക. ദേ കണ്ണൻ സാറ് സ്മാർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. കണ്ണേട്ടന് ആവശ്യതയൊന്നും ഇല്ലല്ലോ? ഞങ്ങൾക്കൊക്കെ കുറച്ച് ആവശ്യതയുണ്ട്. പക്ഷേ സാറിന് ഒരു കുഴപ്പമില്ല. സാർ ഉഷാറാ. എന്നാ ഞാൻ കൊടുക്കാം. എന്താടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ട്. അപ്പോ മാർക്കോ പറഞ്ഞല്ലോ കുഴപ്പമൊന്നും ഇല്ലാന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കുറച്ച് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ദുസ്വപ്നം കണ്ടായിരുന്നു കണ്ണേട്ടാ, സൂക്ഷിക്കണേ. എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും കണ്ണടച്ചു കഴിഞ്ഞാൽ ദുസ്വപ്നം കാണും. അത്രയ്ക്ക് ഭയന്നിരിക്കുക താനിപ്പോ. എടോ, ഞങ്ങൾ ആവേശത്തോടെ മല കയറുന്നത്. എനിക്ക് ഒരു ക്ഷീണവുമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വാമി ദർശനം കിട്ടാൻ പോകുന്നതിന്റെ സന്തോഷത്തില ഞാൻ. തന്നെ സ്നേഹിക്കുന്ന തന്റെ സിദ്ധയായ ആ അമ്മ പറഞ്ഞല്ലോ എനിക്ക് മോശ സമയമാണെന്ന്. അയ്യപ്പ സ്വാമിയെ കണ്ടു കഴിയുന്നോടെ അതെല്ലാം മാറും. പിന്നീട് കുറച്ചുകൂടെ ഊർജ്ജസ്വലനായിട്ടായിരിക്കും ഞാൻ തിരിച്ചെത്താൻ പോകുന്നത്. പ്രാർത്ഥനയോടെ താൻ കാത്തിരുന്നോ? ശരി കണ്ണേട്ടാ. ഇപ്പൊ ആശ്വാസമായോ? തീർത്തും ആശ്വാസമായിട്ടില്ല മഞ്ജു. വാ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ. അയ്യോ, തിരി കെട്ടുപോയല്ലോ. ആരാ ഇത് അണച്ചത്? അതെ, കാറ്റ് വല്ലതും വന്നപ്പോ ചിലപ്പോ അണഞ്ഞതായിരിക്കും. അങ്ങനെ അണയേണ്ടതല്ലോ. എനിക്ക് പേടിയാവുന്നു മഞ്ജു. ഇങ്ങനെ പേടിക്കല്ലേ എടുത്തി. ഒരു കുഴപ്പമില്ല എന്ന് കണ്ണേട്ടനെ വിളിച്ചപ്പോ പറഞ്ഞല്ലേ. എങ്കിലും എനിക്ക് ഒരു സമാധാനം ഇല്ല മഞ്ജു. ഏട്ടത്തി, ഇങ്ങനെ ടെൻഷൻ ഉള്ളിൽ വെച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്നാലേ കണ്ണേട്ടന് വിഷമാവും. സ്വന്തം ജീവന് ഭീഷണി ഉണ്ടായാലും കണ്ണേട്ടനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ കൂടെ ഉള്ളത്. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടനൊന്നും സംഭവിക്കില്ല എടുത്തി. ഏട്ടത്തി വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിതൊന്ന് കൊളുത്തട്ടെ. എന്റെ അയ്യപ്പ സ്വാമി, എന്നും എനിക്ക് തുണയായിട്ട് നിന്നിട്ടുള്ളതാ ഭഗവാൻ. എന്റെ കണ്ണേട്ടനെ കാത്തോളനെ. ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ ഒന്നും സംഭവിക്കരുത്. കാനനവാസ അയ്യപ്പ, കരിമലവാസ അയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ, ശരണം അയ്യപ്പ, സ്വാമി എങ്കുരുനാഥ അയ്യപ്പ, പന്തളദാസ അയ്യപ്പ, പന്തളരാജ അയ്യപ്പ, അഴുതാവാസ അയ്യപ്പ, അയ്യപ്പോ സ്വാമി. സാറേ, ക്ഷീണമുണ്ടോ സാറേ? ആ. ഏയ്, എനിക്കൊരു ക്ഷീണവുമില്ല. നീ നന്നായിട്ട് അണയ്ക്കുന്നുണ്ടല്ലോടാ സാഗറെ. അത് പിന്നെ സാറ് നടക്കുമ്പോ കൂടെ അങ്ങ് വെച്ച് പിടിക്കുക. ഇടയ്ക്ക് ഇരിക്കാത്തതിന്റെ ക്ഷീണമുണ്ട്. എന്നാ പിന്നെ നമുക്കിരിക്കാം മാർക്കോ.
സ്വാമി ശരണമയ്യപ്പ. ദാ. ദാ. നമ്മൾ റൂട്ട് തിരിച്ചു വിട്ടതുകൊണ്ടാ യാത്ര തുടരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോ പോലീസ് തടഞ്ഞേനെ. ആ കൊടുമ്പാനോ. ഇടയ്ക്ക് ആനപ്പിട്ടം കണ്ടപ്പോഴൊക്കെ ചെറിയ പേടി തോന്നിയതാ. ആന അടുത്തുണ്ട് സാറേ. പക്ഷേ മനുഷ്യന്റെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആനകളൊന്നും അടുക്കത്തില്ല. പിന്നെ ഒറ്റയാനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിന് പിന്നെ കാടൊന്നോ നാടൊന്നൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞ ഈ ഒറ്റയാന ഭ്രാന്ത് പിടിക്കുന്നതേ എന്തെങ്കിലും അസുഖം വരുമ്പോഴാ. മിക്കപ്പോഴും വയറ്റിനകത്ത് അസുഖം ഉള്ളപ്പോഴാ ഇവറ്റകൾ സമനില തെറ്റിയതുപോലെ നടക്കുന്നത്. ഇര പിടിക്കാൻ ശേഷിയില്ലാത്തപ്പോഴാ ആനയായാലും കടുവയായാലും കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത്. കാട്ടിലുള്ള ജീവികളെ ഇവയ്ക്ക് വേട്ടയാടി പിടിക്കാൻ കുറച്ച് പാടാ സാറേ. അതെ, മനുഷ്യനെ ഇതുവരെ മൃഗങ്ങൾ അധികം രുചിച്ചു നോക്കിയിട്ടില്ല. ആ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ അവർ വിടത്തില്ല. കാരണം വേട്ടയാടാൻ ഏറ്റവും എളുപ്പമുള്ള കരയിൽ ജീവിക്കുന്ന ജീവികള് നമ്മൾ തന്നെയാ. കടുവയും ആനയും വന്ന മറ്റ് ജീവികളെ പോലെ നമുക്ക് ഓടാൻ പറ്റുമോ? ആ മൃഗങ്ങളെല്ലാം കൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയാലേ അവര് നാട് ഭരിച്ചേനെ. ഇവന് നല്ല ഭയമുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാറിന്റെ ധൈര്യം കാണുമ്പോ എനിക്ക് ഒരു പ്രത്യേക ആവേശമൊക്കെ ഉണ്ട് സാറേ. പാവം മഹി, അയാളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവോ എന്തോ. ഉറങ്ങാൻ സാധ്യതയില്ല സാറേ. പ്രാർത്ഥനയുമായിട്ട് സാറിന്റെ ഭാര്യ ഇപ്പോ ദൈവത്തിന്റെ ഉറക്കം കെടുത്തുമായിരിക്കും. അതുകൊണ്ട് നമുക്കൊപ്പം തന്നെ അയ്യപ്പ സ്വാമിയും ഉണ്ട്. ആ ശരി, എന്നാ പിന്നെ നമുക്ക് നടക്കാം. നടക്കാം. പോയി കിടന്നുറങ്ങടാ. മലയ്ക്ക് പോയവരുടെ വിവരം അറിയാതെ ഉറക്കം വരത്തില്ലമ്മേ. എന്നാ പിന്നെ അവനെ ഒന്ന് വിളിക്കേ, ആ മേഘനെ. അവൻ ഈ നേരത്ത് കിടന്ന് ഉറങ്ങിക്കാണോന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വിളിക്കാം. ആ ഇയാളായിരുന്നു. ആ അങ്കിളെ. ആ നീ ഉറങ്ങില്ലടാ. എങ്ങനെ ഉറങ്ങാൻ അങ്കിളെ? മലയ്ക്ക് പോയവരുടെ കാര്യം അറിയാതെ ഉറങ്ങാൻ പറ്റുമോ? അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഞാനും അമ്മയും ആകാംക്ഷയോടെ കാത്തിരിക്കുക നിന്റെ ഒരു കോളിന് വേണ്ടിയിട്ട്. അവന്മാര് വിളിക്കുമല്ലോ ചെയ്തോ? അവന്മാരോട് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപകടമാണെങ്കിലേ. എല്ലാം കഴിഞ്ഞ ശേഷം സാവധാനം അവന്മാരെ വിളിച്ചോളും. എടാ വിളി വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അത് പിന്നെ ഞാൻ വിളിക്കാതിരിക്കൂ. ദേ എന്തായാലും നാളെ രാവിലെ അവന്മാരുടെ വിളി പ്രതീക്ഷിച്ചാൽ മതി. ഓ
അപ്പൊ അതുവരെ ഉറങ്ങാൻ പറ്റില്ലെന്ന് സാരം. എന്റെ കാര്യം അങ്ങനെ തന്നെ ഞങ്ങളെ ഒരുത്തനെയല്ല 3 എണ്ണത്തിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തില് വേറൊരുത്തനും കൂടി പോയിട്ടുണ്ട്. അവന്റെ വിധിയും ചിലപ്പോ വേറെ ആവാൻ വഴിയില്ല. മാർക്കോടെ ചങ്കല്ലേ, അതുകൊണ്ട് അവനോടൊപ്പം അങ്ങ് പോട്ടെ ഞങ്ങളെ. ശരിയടാ, എന്നാ പിന്നെ ഞാൻ വിളിക്കാം. എന്താടാ അവൻ പറയുന്നത്? അവന്മാരെ പിന്തുടർന്നു പോയ ഗുണ്ടകൾ വിളിക്കത്തില്ല. ഫോണിൽ വിളിക്കുന്നതൊക്കെ അപകടമല്ലേ അമ്മേ? പിന്നെ ഫോണിൽ വിളിക്കുന്ന അപകടമാണെന്നും പറഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ കാത്തിരിക്കും. അവസാനം അവന്മാരെ പിന്തുടർന്നു പോകുന്ന ഗുണ്ടകള് മലയിന്ന് താഴെ വീണു എന്ന വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. എപ്പോഴും അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ അമ്മേ. നമ്മളും അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചതൊക്കെ അല്ലേ? അതിനപ്പുറം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഒരുത്തി. അവളെ അവിടെ കെട്ടിയവന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാനിന്ന് ഭഗവാന്റെ മുന്നിലേക്ക് പോയപ്പോ കണ്ണനോടുള്ള അവളുടെ സ്നേഹം കുറയണേന്നാ പ്രാർത്ഥിച്ചേ. ഞാനും അങ്ങനെ തന്നെയാ പ്രാർത്ഥിച്ചേ. അങ്ങനെ കുറഞ്ഞെങ്കിൽ മാത്രമേ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൂ. എന്റെ അമ്മേ, അവൻ ഇപ്പോഴും നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവക്കൊരു കുഞ്ഞോ കുടുംബമോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയാണെങ്കിലോ, കണ്ണന് എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. ആ നിലയ്ക്ക് കണ്ണൻ ഇനി ഒഴിവായി പോയെങ്കിലെന്ന് അവള് ചിന്തിച്ചാലോ? അങ്ങനെങ്കിൽ വേറൊരുത്തരെ കെട്ടി കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവക്ക് കഴിയാലോ. അങ്ങനെ ഒരു ചിന്ത അവക്കുണ്ടായ ഭർത്താവ് മടങ്ങി വരല്ലേന്ന് അവള് പ്രാർത്ഥിക്കും. അതാണ് അമ്മേ വേണ്ടത്. അതിനു വേണ്ടിട്ടാ നമ്മൾ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനൊരു ചിന്ത അവളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന വിഗ്രഹത്തോട് കണ്ണൻ ഇനി മടങ്ങി വരരുതേ എന്നേ പ്രാർത്ഥിക്കൂ. അങ്ങനെയെങ്കിൽ അവനൊന്ന് മടങ്ങി വരാതിരുന്നാ മതിയായിരുന്നു. മടങ്ങി വരില്ലമ്മേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. ഇനി എത്ര ദൂരം വരും? പമ്പയിൽ നിന്നാണ് നമ്മൾ മല കയറിയതെങ്കിൽ ഇപ്പോ സന്നിധാനത്തെത്തും എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ പകുതി പോലും ആയിട്ടുണ്ടാവില്ല. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടെ പോയാൽ മതിയാവും സാറേ. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാ അത് സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ നടക്കുന്ന സമയമെടുക്കും. നല്ല തണുപ്പും തണുത്ത കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് നടത്തം അറിയുന്നില്ല. അതല്ല ഞാൻ ആലോചിക്കുന്നേ, ഞങ്ങളെക്കാളും ഹെൽത്തിയാണ് മാർക്കോ. എങ്കിലും എത്ര ആരോഗ്യമുള്ള മനുഷ്യനും ഇതുപോലെ നടക്കുമ്പോ ഒന്ന് അണക്കില്ലേ? മാർക്കോയ്ക്ക് ആ അണപ്പില്ലല്ലോ. ഇവൻ അണപ്പില്ലെന്ന് മാത്രമല്ല, പണ്ട് രാമലക്ഷ്മണന്മാരെ ആഞ്ജനേയ സ്വാമി തോളിലേറ്റിക്കൊണ്ട് പോയതുപോലെ സാറിനെ വേണമെങ്കിലും ഇവനെടുത്ത് സന്നിധാനം വരെ കൊണ്ടുപോകും. അങ്ങനെ അമാനുഷിക ശക്തിയൊന്നും ഉള്ളവനല്ലടാ ഞാൻ. പിന്നെ ആരെയും ദ്രോഹിക്കാത്തത് കൊണ്ട് പലപ്പോഴും അസുഖങ്ങളൊന്നും വരാറില്ല, ക്ഷീണം അറിയാറുമില്ല. അത്രേ ഉള്ളൂ. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ. ഇനി നമ്മൾ കൂട്ടം തെറ്റണം. കൂട്ടം തെറ്റണമെന്ന് പറയുന്നത് ഉൾക്കാട്ടിലേക്ക് നമ്മൾ വേറിട്ട് പോകണമെന്നല്ല പറയുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാവണം. നിങ്ങൾ പിറകു കാണണം. തീർക്കണവനെ.
മലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ആകെയുള്ള സന്തോഷം. ഈ പൈനാപ്പിൾ മുളകിൽ പുരട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ. അതെ. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. ഇതുവഴി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അയ്യപ്പോ, ഒരു സ്വാമി വരുന്നുണ്ടല്ലോ. സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താ മാർക്കോ പ്രാർത്ഥിച്ചത്? ഏയ് ഒന്നുമില്ല സാറേ. എന്നാ പിന്നെ നടക്കാം. ശരി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കേണ്ടി വരും സാറേ. പിന്നെ നിർമാല്യം കണ്ട് തൊഴാനല്ലേ പോകുന്നേ. ആ സമയത്ത് അങ്ങ് ചെന്നാലും മതിയല്ലോ. അതുകൊണ്ട് ഓടിക്കതച്ച് പോകേണ്ട കാര്യമില്ല. എടാ, സാർ ഇത്രയും നടന്നില്ലടാ. ഇനി സാറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് എൻ്റെ സന്തോഷം. പോവാം സാറേ. പോ. വെള്ളം തീർന്നല്ലോ മാർക്കോ. അതെ. അത് പിന്നെ സാധാരണ മലയ്ക്ക് പോകുമ്പോൾ ഈ റൂട്ടിലൂടെ അല്ലല്ലോ പോകുന്നത്. മറ്റേ വഴിയിലാണെങ്കിൽ ഇഷ്ടം പോലെ കടകളുണ്ടാവും വെള്ളം വാങ്ങാൻ. ഇത് 4-5 കുപ്പി ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. ക്ഷീണമുണ്ടോ സാറേ? ആ, ചെറുതായിട്ടുണ്ട്. ആ, സാറിരിക്കെ. ഇവിടെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് വരാം. ആ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നടക്കാം. സാറൊന്ന് വിശ്രമിക്കേ, ഞങ്ങൾ ദേ വരുന്നു. വാലോപ്പസേ. സാറേ, സാറിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സാറേ,
സാറേ, സാറ് നടന്നോ സാറേ? സാഗറെ, നീ കൂടെ ചെല്ല്. മാർക്കോ, സാറ് ചെല്ല്. സാറ് നടന്നോ സാറേ? എടുക്ക. ആ മാർക്കോ, അവർക്കെന്തെങ്കിലും? ഒന്നുമില്ല സാറേ, സാറ് നടന്നോ. ചെല്ല്, വാ. ചെല്ല് സാഗറെ. മാർക്കോ, വലിയ കൊക്കയാ, അവന്മാരുടെ പൊടി പോലും കിട്ടത്തില്ല. ഹലോ ബസ്. സാറേ, മാർക്കോ, വേറൊരുത്തൻ. മാർക്കോ, സാറേ, സാറ് നടന്നോ. സാഗറെ, സാറിനെ പിന്നാലെ പോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ലോപ്പസേ, കെട്ടുകൊടുക്ക്. ചെല്ലു സാഗറെ. ലോപ്പസേ, കണ്ടോ? നോക്കടാ, സാറ് പോലും അറിഞ്ഞിട്ടില്ല സാറിന്റെ മുടന്ന് മാറിയത്. അതെ, ശരിയാണല്ലോടാ. നീ വാ. സാറേ, അതെ, 3 എണ്ണവും താഴ്ചയിലേക്ക് പോയിട്ടുണ്ട്. ഇനി പൊടി പോലും കിട്ടില്ല. ഇതിന് സാക്ഷികൾ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഈ കാടും. അല്ലാതെ ആരും ഒന്നും കണ്ടിട്ടില്ല. സാറിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ? എന്ത് മാറ്റം? എടാ, നീ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലേ സാഗറെ? സാറും നടന്നേ. നടക്ക് സാറേ. എടാ, നോക്കടാ സാഗറെ. അയ്യോ, സാറിന്റെ മുടന്ന് മാറിയല്ലോ.
ശരണമയ്യപ്പോ ശരണമയ്യപ്പ. നല്ല നല്ല ദാഹമുണ്ട് മാർക്കോ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. സാറേ, അവരുടെ കയ്യിൽ വെള്ളം ഉണ്ടോ നോക്കാം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമി, വെള്ളമുണ്ടോ? ഉണ്ടല്ലോ. സ്വാമി ഇനി സാർ കുടിച്ചു. എന്നാ പിന്നെ സ്വാമിമാരെ, നമുക്ക് ശരണവിളിയായിട്ടങ്ങ് പോയാലോ? ആ പോവാം. അതെ, ഇതുവഴി ആരും വരാറില്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ വന്നത്? ഞങ്ങൾ ഈ വഴിയാ പലപ്പോഴും പോവാറ്. ആ, അപ്പൊ പിന്നെ പെട്ടെന്നങ്ങ് എത്താലോ. എന്നാ പിന്നെ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ. സാറേ, ഒന്ന് പതുക്കെ നടക്ക് സാറേ. അപകടമെല്ലാം ഒഴിഞ്ഞു പോയി സാറേ. ഒപ്പം സാറിനുണ്ടായ ആ ചെറിയ വൈകല്യവും. എനിക്ക് അയ്യപ്പസ്വാമി കാണാൻ ധൃതിയായി മാർക്കോ. ഇനി വെള്ളം കുടിക്കാനും വിശ്രമിക്കാനൊന്നും ഞാനില്ല. എനിക്കെന്തോ ഒരു ഉന്മേഷം കൈവന്ന പോലെ. ഞാൻ സ്വാമിയെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്വാമി എന്നെ കാണാനും ആഗ്രഹിക്കുന്ന പോലൊരു തോന്നൽ. അത് സത്യമാണ് സാറേ. ഇനി സ്വാമി കാത്തിരിക്കുന്നത് സ്വാമിയുടെ ഏറ്റവും നല്ലൊരു ഭക്തനെ, സ്വാമിയെ മനസ്സിലിട്ട് ആരാധിക്കുന്ന സ്വാമിയുടെ ഏറ്റവും നല്ല ഭക്തനെ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. അച്ഛാ, എന്താടാ, ഉറക്കമൊന്നും ഇല്ലേ? അച്ഛന് ഉറക്കമില്ലേ? എനിക്ക് ഉറക്കമൊന്നും ഇല്ലല്ലോ. ആ, അച്ഛന് നടു വയ്യാതിരിക്കുകയില്ലേ? പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ അച്ഛന്? എങ്ങനെ ഉറങ്ങാനാടാ? നിന്നെ പോലൊരു മോനുള്ളപ്പോ ഏതെങ്കിലും അച്ഛന്മാർക്ക് ഉറക്കം വരുവോടാ? എന്നാ ഇനി ഉറങ്ങിക്കോളും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ. നീ എന്തോ പൊല്ലാപ്പൊപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഏതാണ്ട് മനസ്സിലാക്കിയതാ. കണ്ണന്റെ അച്ഛനും കണ്ണനും ഒന്നും നമുക്കൊത്ത് എതിരാളികളല്ലായിരുന്നു. എന്നാ കണ്ണനോടൊപ്പം മഹാലക്ഷ്മി ചേർന്നതോടെ കണ്ണന്റെ രാശി മാറിയടാ. ഇനി അവനെ ഒന്നും ചെയ്യാൻ നിനക്കെന്നല്ല ആർക്കും പറ്റത്തില്ല. അച്ഛനും അമ്മയെ പോലെ ആയി തുടങ്ങി. അതുകൊണ്ടാ അച്ഛനോട് ഞാൻ അതൊന്നും പറയാത്തത്. അല്ലെങ്കിൽ പ്രതാപനങ്ങളും ഞാനും കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയിക്കേണ്ടതാ. എടാ, ഞാൻ പ്രതാപനെ വിളിച്ചായിരുന്നു. അയാൾ എന്നോട് ഒന്നും പറഞ്ഞില്ല. പറയത്തില്ല, പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ
ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമി കനിയാൻ പോകുന്നത് നമ്മളെയാ. അങ്ങനെ കനിയാൻ മാത്രം പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടോടാ? ഈ കലിയുഗത്തില് പുണ്യപ്രവൃത്തി ചെയ്തവർക്കൊന്നും വലിയ നിലനിൽപ്പില്ല. അത് നിന്റെ തോന്നലാടാ. കലിയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ടത്. പിന്നെ ഭഗവാൻ നമ്മുടെ മനസ്സിനെ കലി പിടിപ്പിക്കും. ആ സമയത്ത് മനസ്സൊക്കെ ശാന്തമാക്കി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാ വേണ്ടത്. അച്ഛനെ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ അച്ഛനൊരു ലോഹ ഞാൻ വാങ്ങിച്ചുതരാം. അതിട്ടുണ്ട് അച്ഛൻ പള്ളിയിൽ എങ്ങാനും പോയിരിക്കും. ഞാൻ പള്ളിയിൽ പോയാലും പള്ളിക്കൂടത്തിൽ പോയാലും എന്റെ വാക്ക് കേൾക്കാതെ നീ ജീവിക്കാൻ തുടങ്ങിയ ആ ജീവിതം പാതിക്ക് വെച്ച് വഴിമുട്ടി പോകും മോനെ. ഓ ആയിക്കോട്ടെ. ഇപ്പൊ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങുന്നതിന് വല്ലതും തരണോ? ഒരുത്തിയെ കൊല്ലാനാണെന്ന് പറഞ്ഞ് തട്ട് പൊളിച്ചു വെച്ചു. എന്നിട്ട് ആ തട്ടിന്ന് അച്ഛൻ തന്നെ താഴെ പോയി. ആ സാധാരണ ആൾക്കാർക്ക് തലയടിച്ച് വീഴുമ്പോഴാ തലയ്ക്ക് വെളിവില്ലാതാവുന്നത്. പക്ഷേ അച്ഛൻ്റെ നടുവിടിച്ച് വീണപ്പോഴാ ബുദ്ധിക്ക് സാരമായ തകരാറ് സംഭവിച്ചത്. നടുവും തലയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് മോനെ. അത് നീയും കൂടെ ഓർത്തു വെച്ചോ. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ക്ഷതം തട്ടിയാലും അത് തലച്ചോറിനെ ബാധിക്കും. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ണന്റെ കൂടെ മലക്ക് കയറിയ മാർക്കോയുടെ കൈകൊണ്ട് നിന്റെ ശരീരം ചതയരുതെന്നാ ഞാൻ പറഞ്ഞു. ഓ മനസ്സിലായോ? കണ്ണൻ മാത്രമല്ല, ആ മാർക്കോയും ചതയും. രണ്ടെണ്ണവും ചതഞ്ഞു തീരും. വൈദ്യര് തന്ന പൊടിയാ, അതൊരിക്കലും പാഴായി പോവില്ല എന്ന് എനിക്ക് എന്റെ അനുഭവം കൊണ്ടറിയാം. മോളെ, അവൾക്കൊന്നും സംഭവിക്കില്ലല്ലോ? ഏയ് ഒന്നും സംഭവിക്കില്ല. കുഞ്ഞു പോവും, അത്രേ ഉള്ളൂ. ആഘോഷം നടത്താൻ വേണ്ടിട്ട് നമ്മള് പെണ്ണുങ്ങള് ചില നേരത്ത് ഗുളികൾ കഴിക്കാറില്ലേ? ഇതിനെയും അങ്ങനെ കണ്ടാ മതി. അമ്മയുടെ മോൾക്ക് ഒരാപത്തും വരില്ല. മോളെ, എനിക്ക് അത് മതി. ആ കുറച്ചുകൂടി ഇട്. ആ അതെ, അമ്മ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനാണെന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അമ്മായിയമ്മയും മരുമോളും കൂടെ അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ആ മോള് വന്നായിരുന്നോ? ദാ മോളെ, നല്ല ചൂട് ചായ, മസാല ചായ കുടിച്ചോ. അല്ല, ഏട്ടത്തിക്ക് എന്താ ചായ ഇല്ലേ? ഓ, ഇവക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഇവക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണോ? അല്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാറില്ലല്ലോ. എനിക്കറിയാം എനിക്ക് വേണ്ട ചായ ഉണ്ടാക്കി കുടിക്കാൻ. ഓ, ഭർത്താവ് പോയ സന്തോഷത്തില് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കാണും. ഏട്ടത്തിയുടെ മുഖം കണ്ട ഉറങ്ങിയെന്ന് തോന്നുന്നു. തോന്നാതിരിക്കാൻ എന്താ, ഇവള് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയോ ഇല്ലേന്നൊന്നും നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാല് വയ്യാത്തൊരാളാ മല കയറാൻ പോയിരിക്കുന്നത്. അതിന്റെ ഒരു ആദിയും വേദനയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാവും. അതിന് മല കയറുന്നില്ലല്ലോ, അയാള് ഡോളിയിലല്ലേ പോകുന്നേ. എന്നാലും വയ്യാത്ത ആളല്ലേ. ഓ, ആ ബോധമുള്ളതുകൊണ്ട് എന്റെ കണ്ണേട്ടം മടങ്ങി വരുന്നത് വരെ എന്റെ നെഞ്ചെടുപ്പിന് ഒരു കുറവും ഉണ്ടാവില്ല. ചായ കുടിക്കട്ടെ, കുടിക്കട്ടെ.
അതോടെ അവളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരുത്തിയുടെ ആ സന്തോഷവും ആവേശവും ഒക്കെ കെട്ടുപോയിക്കോളും. ഇവിടത്തെ വലിയേട്ടൻ വരുന്നതിന് മുൻപ് മറ്റവളെ എന്തേലും ചെയ്യാൻ പറ്റുമോ അമ്മേ? തൽക്കാലം വേണ്ട മോളെ. ആദ്യം മഞ്ജുവിന്റെ വയറ്റിലെ കുഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിട്ട് ആലോചിച്ച് വേണം. മുമ്പ് പറ്റിയ അബദ്ധമൊന്നും ഇനി പറ്റരുത്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഞാൻ കുറച്ച് കുടിച്ചത്. ഇതിൻ്റെ അകത്ത് പൊടി കലർത്തിയിട്ടുണ്ടെന്ന് അമ്മായിയമ്മയും മരുമോളും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇനി ബാക്കി കളഞ്ഞേക്കാം. നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോളെ. ഏയ്, എന്നെ കൊല്ലാൻ എന്തായാലും എന്റെ അമ്മ കൂട്ടി നിൽക്കില്ല. സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാനാ അവർക്ക് ആവേശം. എന്നാലും ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ മഞ്ജു. അവര് സന്തോഷിക്കട്ടെ എടുത്തി, നന്നായിരിക്കട്ടെ. ഇങ്ങനൊരു മനസ്സല്ലേ എന്റെ ചെറിയ അടുത്തിയുടെ. അതുകൊണ്ടാ അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഇനി ഏതായാലും ഞാൻ പോകുമ്പോ എന്റെ കൂടെ ഏടത്തിയും വരണം. ഒരു കാരണവശാലും കണ്ണേട്ടം വരുന്നവരെ ഏട്ടത്തി ഇവിടെ നിൽക്കാനേ പാടില്ല. അങ്ങനെ നിന്നാലേ അന്ന് പാൽപായസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയില്ലേ, അതുപോലെ കണ്ണേട്ടം വരുമ്പോഴേ ഏട്ടത്തി മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരും. എന്നാ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം മോളെ. എന്നിട്ട് അനന്തവേട്ടന്റെ വീട്ടിലേക്ക് പോവാം. കണ്ണേട്ടനിപ്പോ മലകയറി കാണുമല്ലേ? വിളിക്കൊന്നും ചെയ്തില്ലല്ലോ. എന്തായാലും മറ്റുള്ളവരെ പോലെ വേഗത്തിൽ കണ്ണേട്ടിന് മലകയറാനും ഇറങ്ങാനും ഒന്നും പറ്റില്ലല്ലോ എടുത്തി. അതിൻ്റെതായ താമസം ഉണ്ടാവും. എന്നാ പിന്നെ നീ റെഡിയായിക്കോ മഞ്ജു. ഞാനും ഉടനെ ഒരുങ്ങി ഇറങ്ങാം. ശരി എടുത്തി.